അനുമോൾ, അനീഷ്, ലവ്, പ്രേം, കാതൽ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അനീഷിനെ അവതരിപ്പിച്ചത് തന്നെ സ്ത്രീ വിരോധി എന്ന് പറഞ്ഞിട്ടല്ലേ? പുരുഷന്മാരുടെ കാര്യങ്ങളോട് വന്ന് പറയും, ഡൈവോഴ്സിനെ അനുകൂലിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അനീഷ് വന്നേ? അനീഷിന് അനുമോളോട് ക്രഷ്, കാതൽ യാനി വെരികറ റെമോ റെമോ ആകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ടിക്കറ്റ് ടു ഫിനാലെ നടക്കുകയാണ്. അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ബിഗ് ബോസ് കണ്ടന്റ് താല്പര്യമുള്ളവർ കയറി വായോ, അല്ലാത്തവർ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പയിലും അതേ പ്ലക്കനെ വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ ടപ്പനെ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക, ലൈക്ക് ഒക്കെ അടിക്കുക കേട്ടോ. കൂടുതലായി അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിൽ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ സസ്പെൻസ് ഒന്നും കൊണ്ട് പിടിക്കുന്നില്ല. ആദ്യം തന്നെ പറയാണ്, നൂറയാണ് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത്. പുള്ളിക്കാരി വളരെ നന്നായിട്ട് എല്ലാ ടാസ്കുകളും പൂന്ത് വിളയാടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് സാബുമാൻ പലയിടത്തും സ്ക്രീൻ സ്പേസ് അടിച്ചു മാറ്റുന്നു എന്നൊരു സംശയം. ഇത്രയും നാള് പൂച്ച പോലെ പതുങ്ങി ഇരുന്നൊരു മനുഷ്യൻ ഇപ്പൊ ഹിറ്റ് അടിച്ച് കയറി വരികയാണ്. എവിടെ നോക്കിയാലും സാബുമാൻ. നെവിനെ കഴിഞ്ഞ ദിവസം പഞ്ഞിക്കിടുന്നുണ്ട്. അതിനുശേഷം മറ്റേ ടിക്കറ്റ് ടു ഫിനാലെ ഇങ്ങനെ പിടിച്ചോണ്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് അണ്ണം കയറി നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാബുമാൻ നന്നായിട്ട് കയറി വരുന്നു. ലാസ്റ്റ് ഈ ഇവരെ എല്ലാം സൈഡ് ആക്കിയിട്ട് സാബുമാൻ കപ്പം കൊണ്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ പ്രധാന സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ, ആദ്യം ബിഗ് ബോസ് അന്ന് ഒരു ടാസ്ക് കൊടുത്തു. നിങ്ങളെല്ലാവരും ഇത് ജയിക്കുകയാണെന്ന് വെച്ചോ, കപ്പടിച്ചു. അപ്പൊ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേന് നിങ്ങളോട് മീഡിയക്കാർ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. മീഡിയക്കാർ ചോദ്യം ചോദിക്കേ, അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരാൾക്ക് മൊത്തത്തിൽ 4 ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാം. ഇത് ബിഗ് ബോസ് കൊടുത്തൊരു 7ന്റെ പണിയാണ്. കാരണം നീയൊക്കെ പുറത്തോട്ട് ചെല്ലുമ്പോൾ ഇതേപോലെ വേണം പറയാൻ. അല്ലാതെ ഇപ്പൊ കുറെ എണ്ണം പറയുന്നത് പോലെ വായി തോന്നി അപരാധങ്ങൾ പറയരുത്. ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മങ്ങാനത്തെ ഒന്നും പറയരുത്. ഇതേപോലെ നന്നായിട്ട് സംസാരിക്കണം. അതിനൊരു ബിഗ് ബോസ് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് ഇവർക്ക്. ഈ ട്രെയിനിങ്ങിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ അനീഷ് വന്നപ്പോൾ അനീഷിനോടൊരു ചോദ്യം ചോദിച്ചു. ഇവിടെ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ പെൺകുട്ടികളോട്? ഈ അനീഷ് ആരാ? അനീഷ് വന്നതേ അദ്ദേഹം ഡൈവേഴ്സായി, സ്ത്രീ വിരോധി എന്ന പേരിലാണ്, ബാനറിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം പുരുഷന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ആ അനീഷിനോട് അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അനീഷ് പറയാ, എനിക്ക് ജിസേലിനോടൊരു താല്പര്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ജിസേലിനോട് ക്രഷ് എന്ന് കേട്ടപ്പോഴത്തേനും ആര്യൻ അവിടെ നിന്ന് ഇത്രയും നാൾ കുടിച്ച ജ്യൂസ് ഓർമ്മ വന്നത്. ആര്യൻ അവിടെ നിന്ന് അപ്പൊ ചാടി എഴുന്നിട്ട്, എന്താ ജിസേൽ എന്റെ ജിസേലിന് പറയുന്നു പറഞ്ഞിട്ട് ചാടി വന്നു. മറ്റേ സൂത്രമാണ് അനീഷ് പറഞ്ഞത്. കണ്ണാ തുമ്പി പോരാമോ എന്നോട്ടിഷ്ടം കുടാമോ, അതാണ് അനീഷ് പറഞ്ഞത്. അത് അത്യാവശ്യം പുറത്ത് നല്ല ഹിറ്റ് ആയിട്ടൊരു കോംബോ ആയിരുന്നു ജിസേൽ ഉണ്ടായിരുന്ന സമയത്ത്. രണ്ടാമത് അനീഷ് ഒരു പേര് പറഞ്ഞതേ, അനുമോളുടെ പേര്. ഈ അനുമോളുടെ പേര് പറയാൻ കാരണം, അനുമോള് ഇവർ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോഴത്തേന് ഇവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. ഈ മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അനുമോളിന് വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അനുമോളെ പിടിച്ച് വളച്ചു നോക്കി ഇദ്ദേഹം, ഒക്കെ മനസ്സിലായില്ല. അന്നേരം അനുമോളുടെ സൗന്ദര്യത്തിൽ പുള്ളിക്കാരൻ വീണു. അനുമോളുടെ കണ്ണിലിട്ട് നോക്കിയിരിക്കുമ്പോൾ കണ്ണും ഭയങ്കര സൗന്ദര്യം ഫീൽ ചെയ്തെന്നൊക്കെയാണ് ഒരു രീതിയിലാണ് അനീഷ് അവിടെ അവതരിപ്പിച്ച് വെക്കുന്നത്. ഈ അനീഷ് പല സമയങ്ങളിലായി അനുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനുമോൾക്ക് വിഷമം വരുമ്പോഴത്തേനും എല്ലാം അനീഷ് ഭയങ്കര അതിഭീകരമായിട്ട് കൂടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എവിടെയോ ഒരു ക്രഷ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഷാനവാസ് ഇതിനുശേഷം ഇവർ തമ്മിൽ കളിയാക്കുന്നുണ്ട്. അപ്പൊ അനുമോക്കാണ് മുടിഞ്ഞ സ്നേഹം. അനീഷിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നു. അനുമോള് കുടിച്ചോണ്ടിരിക്കുന്ന പാലിന്റെ പകുതി പകുത്തു കൊടുക്കുന്നു. അപ്പൊ നൂറ് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. അത് ഡബിൾ മീനിങ് പോലൊരു സംശയം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം ഈ ടിക്കറ്റ് ടു ഫിനാലയുടെ മത്സരം നടക്കുമ്പോഴത്തേനും ഒരു കമ്പ്, ആ കമ്പയിൽ ഒരു വട്ടം വെച്ചിട്ടുണ്ട്. ഈ വട്ടം ഇവരിങ്ങനെ കറങ്ങി അഴിച്ചിട്ട് അപ്പുറത്തുണ്ട് കറങ്ങി ഇട്ടിട്ട് പസിൽ ഫിറ്റ് ചെയ്യണം. അനീഷും സാബുമാനാന്ന് തോന്നുന്നു, സാബുമാനും കൂടെ ഈ വട്ടം പിടിച്ചങ്ങ് ബ്ലോക്കാക്കി, ഈ വട്ടത്തിന് അങ്ങ് ജാമാക്കി. അതിനുശേഷം വീണ്ടും ഒരു അവസരം കൊടുത്തിട്ടാണ് ഇവര് വട്ടം ഊരി വീണ്ടും വട്ടം വിട്ട് ടിക്കറ്റ് ടു ഫിനാലെ അടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടാസ്ക് വന്നത് ഈ വീണ്ടും വട്ടം. ഇന്നലെ മൊത്തം വട്ടത്തിന്റെ കളിയായിരുന്നു. വട്ടം നല്ല വെയിറ്റ് ഉള്ള ഒരു വട്ടം എടുത്തിട്ട് ഒരു ബോളിന്റെ മുകളിൽ വെച്ചിട്ട് അതിൽ 3 കിഴുത്തകളുണ്ട്, ഹോളുകളുണ്ട്. അപ്പൊ ഇവിടുന്ന് ബോൾ ഉരുട്ടി വിട്ട് ആ 3 ഹോളിൽ കൊണ്ട് അടയ്ക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. ഏതായാലും ഇവരെ കൊണ്ട് അതികഠിനമായ ഫിസിക്കൽ ടാസ്കുകളൊന്നും എടുപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ബിഗ് ബോസിന് മനസ്സിലായി. ഫിസിക്കൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ പറയും, അവൻ എന്നെ സാഗർ ഏലിയാസ് ജാക്കി കളിച്ചു, ഇവൻ എന്നെ അങ്ങനെ ചെയ്തു, ഞാനൊരു സ്ത്രീയാണെന്നുള്ള പരിഗണന തരണ്ടേ എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അടിക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അനുമോള്
ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ടാസ്ക് ഇല്ലയോ, അനുമോള് തുടക്കം മുതൽ ഞാൻ ലേറ്റ് ആയി പോകും, ഞാൻ സൂപ്പർ സ്റ്റാറിലെ ലേറ്റ് ആയി പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോൾ വന്നത്. ഓറം ചേട്ട എടുത്ത് ചാമ്പിക്കട്ടോ, അവിടുന്ന് ഇറങ്ങി വരുമ്പോഴേ പറയണം ഇന്ന കാര്യങ്ങൾ പറയണോ എന്നുള്ളത് പറഞ്ഞ് സെറ്റാകണം. ഏതായാലും ഇതൊക്കെയാണ് ഇന്നലെ മെയിനായിട്ട് സംഭവിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഏതായാലും സ്ത്രീ വിരോധിയായിട്ടുള്ള അനീഷിനെ സ്ത്രീപക്ഷപാതിയാക്കി മാറ്റിയ അനുമോളുടെ ഒരു കഴിവിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിൽ അനീഷിന് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. അനീഷിന്റെ ഒരുപാട് ആറ്റിറ്റ്യൂഡുകൾ മാറി. അതോടൊപ്പം തന്നെ അനീഷ് തമാശകൾ അംഗീകരിക്കാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങി. അനീഷ് കപ്പ് ഉയർത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളിൽ രേഖപ്പെടുത്തും. ബൈ.